ഹലോ ഹായ്, ഇന്ന് നമുക്കൊരു വാട്ട ഈറ്റിനിടെ കണ്ടുവന്നാലോ. അപ്പോൾ രാവിലെ ഞാൻ ചായ കുടിച്ചായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് അപ്പം ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. ഇത് ടേസ്റ്റ് വൈസ് അങ്ങനെ സൂപ്പറാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും എനിക്കിഷ്ടം വൈറ്റാണ് കേട്ടോ. ഹെൽത്ത് വൈസ് പക്ഷേ ഇത് ഗുഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ പൊതിച്ചോറാണ് കഴിക്കുന്നത്. എനിക്ക് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പൊതിച്ചോറിലുള്ളത് മുട്ട പൊരിച്ചത്, തോരൻ, പച്ചടി, അച്ചാർ, അവിയൽ, മീൻകറി, രസമാണ് കേട്ടോ. രസം കഴിച്ചാൽ ഫുഡ് നമ്മൾ കഴിക്കുന്നത് ദഹിക്കും എന്നാണ് പറയുന്നത്, ദഹനത്തിന് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാനൊരു ചായയും എഗ് പഫ്സുമാണ് കഴിക്കുന്നത്. കുറേ നാളായി എഗ് പഫ്സ് കഴിച്ചിട്ട്, അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ കഴിക്കണം തോന്നി അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പിന്നെ വൈകിട്ട് ഞാൻ ഇന്ന് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രോസ്റ്റ് ചിക്കൻ്റെ ഒരു കോംബോ പാക്കാണ് ഞാൻ മേടിച്ചത്. ഇത് ലുലുവിന് മേടിച്ചതാണ് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. എനിക്ക് അഫോർഡബിളായിട്ടും തോന്നാറുണ്ട്. ടേസ്റ്റ് വൈസും എനിക്ക് ഇഷ്ടമാണ് ലുലുവിലെ കോംബോ, ഇത് ബ്രോസ്റ്റഡ് കോംബോ പാക്ക് കേട്ടോ. അപ്പോൾ അതാണ് മേടിച്ചത്. അതുപോലെ തന്നെ സ്ട്രോബെറി ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉണ്ണിയപ്പം എനിക്കിഷ്ടമാണ് അവിടുത്തെ, അപ്പോൾ അത് മേടിച്ച കൂട്ടത്തിൽ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോംബോയ്ക്കകത്ത് കിട്ടുന്നത് ബ്രോസ്റ്റ് ചിക്കനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ഫ്രൂട്ടിയുടെ ഒരു ഇതുമാണ് കേട്ടോ കിട്ടുന്നത്, ബോട്ടിലുമാണ് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ 2 കെച്ചപ്പും കാണും. കെച്ചപ്പ് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കിത് നല്ല ചൂടോടുകൂടി തന്നെ കിട്ടിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ടിൻ്റെ ക്ലാസിക് സോൾട്ടഡ് പോപ്കോണാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ അടപ്പുപാത്രത്തിൽ ആവി പുറത്തു പോകാനുള്ളൊരു ഹോളുള്ള അടപ്പുപാത്രം വേണം കേട്ടോ നമ്മൾ എടുക്കാൻ. അല്ലെങ്കിൽ കുക്കർ ആയാലും മതി. അപ്പോൾ ഞാനിവിടെ ഈ പാത്രമാണ് എടുക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. ഇൻസ്റ്റൻറ്റ് പോപ്കോൺ പാക്കറ്റാണ്. നമ്മൾ റോൾഡ് ആയിട്ട് അല്ലാതെ മേടിക്കുകയാണെങ്കിൽ, റോ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എണ്ണയും ഉപ്പും കൂടെയൊക്കെ വിതറി കൊടുക്കണം, ചേർത്ത് കൊടുക്കണം. നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ എനിക്കിത് കിട്ടിക്കൊണ്ടിരുന്ന അമ്പലത്തിലും ഉത്സവം, അതുപോലെ തന്നെ പള്ളിയിൽ ഉറൂസും അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോഴാണ്. ഇപ്പോൾ പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ രീതിക്ക് നമ്മുടെ ഒരു കാലഘട്ടം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇതിങ്ങനെ പൊട്ടിച്ച് ഉണ്ടാക്കിയെടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ അതത്രയാണ് എൻ്റെ വാട്ട ഈറ്റിനിടയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.